ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ മറ്റൊരറ്റത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മ്യാൻമാർ ലോങ്വാ വില്ലേജിലാണ്. ശരിക്കും ഉണ്ടല്ലോ, അതാ ഈ ഒരു മതിലിനപ്പുറം വന്നിട്ട് മ്യാൻമാർ ഉണ്ട്. നമ്മുടെ മീനുക്കുട്ടീനെ നമ്മൾ മ്യാൻമാറിൻ്റെ കാറ്റ് അടുപ്പിച്ചാണ് ഇന്നലെ പാർക്ക് ചെയ്തത്. തിരിച്ച് ചെന്നിട്ട് നോക്കണം മീനുക്കുട്ടി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മളിതാ ഇവിടെയുള്ള ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീട്ടിൽ ഇവരുടെ കൂടെയാണ് താമസം. നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു റൂം അവർ തന്നിട്ടുണ്ട്. ഈ ഒരു കോൺടാക്റ്റ് നമുക്ക് കിട്ടിയത് നമ്മളുടെ മോണിലുള്ള അനിൽ സാറും സിജു സാറൊക്കെ വഴിയാണ്. അവരിവിടെ സ്കൂൾ നടത്തുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അവരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മൾ അതിർവരമ്പുകളില്ലാത്ത ബോർഡർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ട് രാജ്യങ്ങളിലായിട്ട് ചെതറിക്കിടക്കുന്ന ഈ ഒരു ഗ്രാമം നിങ്ങളെ കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഈ വീട്ടിലുള്ള ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരുടെ കൃഷിയിടത്തിൽ രാവിലെ തന്നെ, അതായത് ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ സൂര്യവെളിച്ചം വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ള കൊച്ചു മാത്രമേ ഉണ്ടല്ലോ, ഇവിടെ കൊച്ചു മാത്രമേ ഉള്ളൂ. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഇവിടുത്തെ പുള്ളിക്കാരൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് നിങ്ങൾ ഒറ്റത്തടിയിൽ തീർത്തിട്ടുള്ള കട്ടിലുകൾ. ഇപ്പോൾ കാട്ടിൽ വലിയ ഘടാഘടിയ മരങ്ങളുണ്ട്, അത് കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാക്കും. ഈ ഒരു കട്ടിലുണ്ടല്ലോ 15,000 മുതൽ 16,000 രൂപയ്ക്കാണ് ഇവിടെ നിന്ന് വെക്കുക. ഇത് എന്നിട്ട് ദിമാപൂർ ടൗണിലേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ 25-26 രൂപയാകും കേട്ടോ റേറ്റ്. എന്നാലും എന്തായാലേ ഇങ്ങനെ ഇത്രയും ആ ഒരു വീതി നോക്കി, അപ്പോൾ അത്ര വലിയ മരമായിരിക്കും. വലിയ മരം. ഈ കാണുന്ന പള്ളി ഉണ്ടല്ലോ, ശരിക്കും ഗൂഗിൾ മാപ്പ് പ്രകാരം മ്യാൻമറിലാണ്. ഇതെല്ലാം ബോർഡർ സൈഡാണ്. നമ്മുടെ മീനുക്കുട്ടി കണ്ട നമ്മൾ ബോർഡറിൻ്റെ കാറ്റും കുളിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ബോട്ടിലാക്കി പെട്രോളുകൾ കിട്ടും. ആദ്യമേ ഉണ്ടല്ലോ ഇവിടെ നിന്ന് 0 പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ഒരു ടൗണിൻ്റെ മാർക്കറ്റ് ഏരിയകളാണ്. ഒരു ബോർഡർ മാർക്കറ്റ് ഉണ്ട് കുറച്ചപ്പുറേ. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാവേ. ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമുക്കങ്ങനെ പ്രത്യേക സ്പെഷ്യൽ പെർമിറ്റുകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ നാഗാലാൻഡിലേക്ക് കടക്കാനുള്ള ഇന്നർ ലൈൻ പെർമിറ്റ് മാത്രം മതി. പക്ഷേ ഞങ്ങളിവിടെ ഉണ്ടല്ലോ ഇവിടം വരെ എത്തുന്നത് വരെയും പോലും ആരും ചെക്ക് പോസ്റ്റിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ റോഡിൻ്റെ ഒരു അവസാനത്തിലേക്ക് എൻഡിലേക്ക് ഇതാ നമ്മൾ വന്നു ചേരുകയാണ്. ഇവിടെ റോഡ് അവസാനിക്കുകയാണ് കേട്ടോ. കറക്റ്റ് 0 പോയിൻ്റ് ഇൻഡോ മ്യാൻമാർ ബോർഡർ. അങ്ങനെ യാത്രകളിലെ നമ്മുടെ മറ്റൊരു നാഴികക്കല്ല് കൂടി നമ്മൾ പിന്നിട്ടു മറ്റൊരു രാജ്യത്തേക്ക്. ശരിക്കും എന്താ നമ്മളുടെ ഈ ഒരു ബാക്ക് സൈഡിൽ കാണുന്നത് എല്ലാ ബോർഡറും പോയി. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയി. ഇനിയൊന്നുമില്ല. ബംഗ്ലാദേശ് അതും പോയി. ഈ കാണുന്നതൊക്കെ നമ്മളുടെ മ്യാൻമറിലെ ഗ്രാമങ്ങളാണ്. അതെല്ലാം അവരുടെ കൃഷിയിടങ്ങൾ. അവിടെയൊക്കെ ഒറ്റപ്പെട്ട 1-2 വീടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ പിന്നെ എന്താ തെങ്ങാണോ അതോ കവുങ്ങാണോ എന്ത് കൃഷിയാണെന്നുള്ളത് തിരിയുന്നില്ല. ആ ഒരു സ്ഥലങ്ങളൊക്കെ മൊത്തം മൊട്ടയാക്കിയിട്ടേക്കുന്നതൊക്കെ അവരുടെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. അതിൻ്റെ അവിടെ ചെറിയ കുഞ്ഞ് ആ വെള്ള ഡോട്ട് പോലെ കാണുന്നത് കുടിലുകളാണ് കേട്ടോ അവരുടെ. ഇവിടം വരെ വന്നതല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് മീനുക്കുട്ടിയൊക്കെ ആയിട്ട് കൂടെ നിർത്തി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഐഡിയിലുണ്ടാവും. ട്രക്കിംഗ് ഫ്രീക്കി എന്നും ബാക്ക് പാക്കർ സുധി എന്ന് സെർച്ച് ചെയ്ത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. മഴ നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. അല്ല, ഈ നാട്ടിൽ പൊതുവേ മഴയുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ പറയണ്ട കേട്ടോ. 0 പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഉണ്ടല്ലോ നമുക്ക് അരുണാചലിലേക്ക് കുറച്ചും കൂടി ഇപ്പുറത്തേന്ന് കയറി വരാൻ പറ്റുന്ന റോഡുണ്ട്. അതുവഴി വന്നപ്പോൾ ഉള്ള കാഴ്ച ഇതാണ് കേട്ടോ. നമുക്ക് നിങ്ങൾ താഴെ വിശാലമായ മലനിരകൾ. അതിനുശേഷം ഇതങ്ങ് ആ ഒരു എനിക്ക് തോന്നുന്നത് അങ്ങ് ആ ഒരു പോയിൻ്റ് അവിടെയാണെന്ന് തോന്നുന്നു അരുണാചൽ ബോർഡർ വരുന്നത്. എന്തായാലും നമുക്ക് ഒന്ന് ഇവിടം വരെ വന്ന സ്ഥിതിക്കായിരുന്നു ബോർഡർ വരെ പോവാം. മഴ ചതിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇവിടെ ഈ ഒരു ബോർഡറിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഇതുകൊണ്ടെങ്കിൽ ഇതെന്തോ ഗസ്റ്റ് ഹൗസ് സംതിങ് അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. ഹട്ടുകളാക്കി തിരിച്ചേക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഇവിടെ ഇവർക്കൊരു വാച്ച് ടവർ ഉണ്ട്. എന്തായാലും നമുക്ക് വാച്ച് ടവറിൻ്റെ മേലെ കയറിയിട്ട് എന്താ വാച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. ഇവിടെ നിൽക്കുമ്പോഴല്ലോ അത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് അരുണാചൽ പ്രദേശും, ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് മ്യാൻമറും ബർമ. അതുകൂടാതെ ഈ ഒരു പ്രദേശത്തായിട്ട് മൊത്തത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നാഗാലാൻഡുമാണ് കേട്ടോ. ഫുള്ളൊരു 360 വ്യൂ നമുക്ക് കിട്ടും. ശരിക്കും സൂര്യാസ്തമയം ഇവിടെ കിടിലായിരിക്കും അല്ലേ. ഒരു ഭാഗത്തായിട്ട് ഒരു ഭാഗത്തായിട്ട് സൂര്യാസ്തമിക്കും കേട്ടോ. പക്ഷെ ഇന്ന് സൂര്യനൊന്നും വരത്തില്ല. അങ്ങ് ദൂരെ മലമുകളിൽ ഒരു ടൗൺ കാണാൻ പറ്റും. പാങ്ചോ എന്നാണ് കേട്ടോ ആ ടൗണിൻ്റെ പേര്.
അത് അരുണാചൽ പ്രദേശിലുള്ള ഒരു ടൗണാണ്. ഇവിടെ നിന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 2.5 മണിക്കൂർ. പക്ഷെ വിറ്റ് എന്താന്ന് വെച്ചാൽ മാപ്പില് അങ്ങോട്ടേക്കുള്ള വഴിയില്ല. നമ്മൾ കണ്ടുപിടിച്ച് ഈ ഓൾറെഡി ഇങ്ങനെ വെട്ടിയിട്ട വഴിയൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നോക്കാം നാളെ പറ്റുവാണെങ്കിൽ നമുക്കൊരു അഡ്വഞ്ചർ എടുക്കാം അല്ലേ. ലെറ്റ്സ് സീ. മഴ വന്നപ്പോഴല്ല റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു വീട്ടിലേക്ക് നമ്മൾ ഓടി കയറി വന്നു. ഇതിവിടെ കണ്ട ഒരു നമുക്ക് കുറച്ച് പിള്ളേരൊക്കെ പിള്ളേർ ഓടി വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ആ പുറകെ ഓടി വന്നതല്ലേ. ഇവിടെ ഉണ്ടല്ലോ വേറൊരു സാധനം കാണിച്ചു തരാമേ. നിങ്ങൾ എത്ര തരത്തിലുള്ള കീ ചെയിനുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു കീ ചെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടല്ലോ, ഇത് ഏത് പരുന്തിൻ്റെ കൊണ്ട് കാലാണ്. അതിൻ്റെ കാല അതുപോലെ മുറിച്ച് അതിൻ്റെ അകത്തൊരു വള്ളി കെട്ടിയിട്ട് കുഞ്ഞു തലയോട്ടെ. മനുഷ്യന് തലയോട്ടിയൊന്നുമല്ലല്ലോ ഓടി. ഇതുപോലെ കീ ചെയിൻ നല്ല മുറിച്ചുള്ള സാധനം. പരുന്താണോ ഇനിയിപ്പോൾ വേറെ വല്ല സാധനമാണോ എന്ന് അറിഞ്ഞു കേട്ടോ. ഏതാടി? ആ, ഇത് മേ ബി ഈ പരുന്തിൻ്റെ ആയിരിക്കും. പക്ഷെ കുറേ തലയോട്ടികളുണ്ട്. അതിതെന്തോ കിളിവർഗമാ. നമുക്ക് ആ ഒരു വിറകുപുര നിറച്ച് ഇതിനെ തൂക്കിയിട്ടേക്കാണ്. പരുന്ത് തന്നെയാണല്ലേ ഇത്. ബാക്ക് പെയിൻ വരുമ്പോൾ കഴിക്കുന്ന സൂപ്പ് വെച്ച് കുടിക്കുന്ന സാധനം. നമുക്ക് എന്തെല്ലാം മെഡിസിൻസ് അല്ല ശരിക്കും. എലീനെ കൊന്ന് അതായത് ഇവിടുത്തെ ഞാൻ പരിചയക്കാരനാ. മഴയുണ്ടല്ലോ ഒരു തരത്തിലും കുറയുന്നില്ല. നല്ല കിടിലനായിട്ട് പെയ്യാൻ തുടങ്ങി. നമ്മളൊരു 1.5 മണിക്കൂറായിട്ട് ഇതാ ഇവിടെ പോസ്റ്റാണ്. നമുക്ക് വരാന്തയിൽ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് അവർ ഇട്ട് തന്നു. ആ പുള്ളിക്കാരൻ നമ്മൾ ഉള്ളിലോട്ട് വിളിച്ചായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അകത്ത് പോയിരുന്നു. പിന്നെ മഴ കണ്ടുകൊണ്ട് കുറച്ച് നേരം അല്ലേ മഴ ആസ്വദിക്കാം. ഇത് വല്ലാത്തൊരു ആസ്വാദനമായിപ്പോയി. എൻ്റെ പൊന്നു മഴ ഒന്ന് പോകും. മഴയ്ക്ക് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു മൂടൽമഞ്ഞൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ലൈറ്റ് പിടിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന മൂടൽമഞ്ഞ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കളയാം. അപ്പം നമുക്ക് പോവാം നമുക്ക്. ടാറ്റാ. നമുക്ക് അടുത്തായിട്ടുണ്ടല്ലോ ഇവിടെ ഒരു ബോർഡർ പില്ലർ, അതായത് ഈ 2 രാജ്യങ്ങളെ തമ്മിൽ തിരിക്കുന്ന ഒരു കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു കല്ല് കൂടി പോയി കാണാവേ. മഴ പോയി അത്യാവശ്യം നല്ല വെയിൽ വന്നു തെളിച്ച്. ഇവിടെ എങ്ങനെയാണ് കേട്ടോ, മഴ പെയ്യുമ്പോൾ കുറച്ച് നേരം നിന്നങ്ങ് പെയ്ത് അങ്ങോട്ട് ഒഴിവായി പോയിട്ടുണ്ട്. പിന്നെ വലിയ മഴ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇന്നലെ അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടത്. പില്ലറിൻ്റെ ഇങ്ങോട്ടേക്ക് റോഡ് അത്യാവശ്യം നല്ല മോശമാണ്. മഴ പെയ്തത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമായി. 154 മേലോട്ടേക്ക് വണ്ടി പോവോ? വണ്ടികളെല്ലാം ഇവിടെ വെച്ചിട്ടാണോ ഉള്ളത്? ഇവർ പോലും എന്താക്കണ്ടേ? മല കറങ്ങി കയറി നമ്മളിതാ അതിൻ്റെ ഒരു വണ്ടി മാക്സിമം വരാൻ പറ്റുന്ന അവിടം വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഉണ്ട് വേ ടു കഫറ്റിയ, ലോഗേർട്ട്, വാച്ച് ടവർ, വാലി വ്യൂ ഒക്കെ അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്. പക്ഷെ നടന്നു പോകേണ്ട വഴി ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. ഹായ്. കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഏറ്റവും അധികം ഇഷ്ടം പോലെ ഉള്ളത് പിള്ളേരാണ്. എന്നതാടി കുറച്ച് പടി മേലോട്ടേക്ക് കയറണേ. കയറി കഴിഞ്ഞാൽ സാധനം അതാണെന്നൊന്നും ഉറപ്പൊന്നുമില്ല. കാരണം ആ പില്ലറെന്നുള്ള ബോർഡൊന്നും കണ്ടില്ലല്ലോ നമ്മൾ. യെസ്, നമ്മൾ വന്നത് കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെയാണ്. എന്താ ഇതാണ് ആ 2 രാജ്യങ്ങൾ. ബിഫോർ യു ലീവ് ടേക്ക് എ മിനിറ്റ് ടു ക്ലീൻ. ഓക്കെ, അങ്ങനെ ആ 2 രാജ്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന നമ്മളുടെ പില്ലർ. സി പില്ലർ ഇവിടെ നിന്ന് ഇതാ, ഇവിടെ നിന്ന് നേരെ ഈ മരത്തിൻ്റെ ഈ വഴിയുണ്ട്. ഇത് നേരെ ഇങ്ങനെ ബോർഡർ തിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചർച്ചൊക്കെ മ്യാൻമറിലോട്ട് വരും. ഇനി നീ പറഞ്ഞ ഇച്ചിരി അറിഞ്ഞ് ശ്വാസം വരട്ടെ. ഇത് നോക്കി നിങ്ങൾ നമ്മുടെ ലോങ്വാ ഗ്രാമം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണെന്ന്. മേഘം പതുക്കെ തഴുകി ലോങ്വാ ഗ്രാമത്തിൻ്റെ അതിൽ പോകുന്നു. അത് നമുക്കിതാ മേലെ നിന്ന് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചർച്ച് ഇതാ കാണുന്നത് നമ്മളുടെ ചർച്ച്. അപ്പം രാജാവിൻ്റെ കൊട്ടാരം ഇതാ ഈ ചുവന്ന് കാണുന്നത് ഇതാ ഈ ചുവന്ന് കാണുന്നത് രാജാവിൻ്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് ഇതാ ഈ ഒരു രാജ്യ അതിർത്തി തമ്മിൽ തിരിയുന്നത്.
വളഞ്ഞ് അങ്ങനെ പോവാണ്. എന്തായാലേ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് അപ്പുറം ഇപ്പുറം രാജ്യമാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുള്ള വല്ലാത്തൊരു ഫീലുള്ള സ്ഥലം. അതെന്തോ വേറൊരു പക്ഷി. ഇവിടെ മൊത്തം അത്ഭുതങ്ങളാന്നേ. താഴെ നല്ല കിട്ടിലാൻ പോലത്തെ ഇതുണ്ടല്ലോ നിങ്ങൾ, മെഡോസ്. മെഡോസ് എന്ന് അതിന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഒരു ഇച്ചിരി ദൂരം മ്യാൻമറിലേക്ക് അതൊക്കെ ഈ ഒരു കാട് വഴിയൊന്ന് നടന്നു നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പകുതി കയറിയപ്പോൾ തന്നെ അതിന് പ്രാന്തായിട്ടുണ്ട് കേട്ടോ. ഇനി മ്യാൻമർ കയറി മരം മുറിച്ചെന്ന് പറഞ്ഞാൽ അടുത്ത കേസ് ഉണ്ടാക്കിക്കോ. ഈ ഒരു മല കയറിയേ നമ്മളിങ്ങനെ മേലോട്ടേക്ക് വരുമ്പം ഇവിടെ മൊത്തം എവിടെ തിരിഞ്ഞാലും മ്യാൻമറിൻ്റെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അയ്യോ, മരം കയറുമ്പോൾ ആവേശത്തിൽ ഓടിക്കയറിയിട്ടുണ്ട്, ശ്വാസം കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഏരിയ മൊത്തം ഇവിടെ കൃഷിയിടങ്ങളാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു മേഖല വേറൊരു തരത്തിലുള്ള കൃഷിക്ക് വളരെ കുപ്രസിദ്ധമാണ്. അതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുണ്ടല്ലോ ഇവിടുത്തെ എന്താ പറയുക, ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയുള്ള ആളുകളുടെ ഒരു മാർക്കറ്റ്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് മ്യാൻമറും അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഇന്ത്യയും. ഇപ്പം രണ്ടിലുള്ളത് ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നമ്മൾക്ക് മാത്രമേ പറയുമ്പോൾ ഉള്ളൂ, ഇവിടുത്തെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഒരു കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് പോയിട്ട് കഞ്ഞി വെക്കാം അല്ലേ? കഞ്ഞിയും പൊരിക്കുകയും ചെയ്യാം. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അവർ ഇവിടുത്തെ രീതിയിലാണ് ഫുഡ് കഴിക്കുന്നത്. ഈ ബാംബൂ ഷൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ആ രീതിയിൽ ഇലയൊക്കെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഇത് വരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് അവരോട് പറഞ്ഞു ഞങ്ങൾ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിലും അങ്ങനെ. നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വന്നപ്പോൾ നമുക്കൊരു ഇന്റർനാഷണൽ ഫ്രണ്ടിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മലയാളം അറിയാവുന്ന ആള് ജപ്പാൻകാരിയാണ്. How you know Malayalam? My ex-boyfriend a little bit teaching for me. Okay. So actually you visited Kerala also, na? Yes. You came from Nepal to Trivandrum. Japan to Japan. No problem. Okay. Nice. From there last 3 months you are roaming all around. Yes. ടാക്സി ലോക്കൽ ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഇന്റീരിയർ. ഹൗ യു നോ ലോങ്മ വില്ലേജ്? My ex-boyfriend. എന്തായാലും ഒരു മലയാളി ഉണ്ട് ഇതിന്റെ പിന്നിൽ കേട്ടോ. നൈസ് ടു മീറ്റ് യു. ഓക്കെ, ഞങ്ങൾ ഇവിടുത്തെ ഒരു ചായക്കടയിൽ വന്നിട്ട് ഒരു ചായ കുടിക്കും, ചൂടായിട്ടൊരു ചായ വിശേഷം എന്ന് പറഞ്ഞൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ വാങ്ങി. 320 രൂപയാണ് കേട്ടോ ഇവിടെ കിലോയ്ക്ക് ചിക്കന്. നമുക്കതെന്താ അവരുടെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞപ്പോ ഇപ്പൊ കിലോ പോയിട്ട് ഒരു 600 ഗ്രാം ഉണ്ട്. ഇതാണ് മാർക്കറ്റിന്റെ പുറംഭാഗം കേട്ടോ. വളരെ കുറച്ചധികം ഷോപ്പുകളാണുള്ളത്. ഇന്ന് അത്യാവശ്യം ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വരുന്ന സമയത്ത് മൊത്തം അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, കാരണം ഞായറാഴ്ചയാണല്ലോ. എന്തായാലും ഗോഗു നട്ട്സ് അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ പേര്, നട്സുക്കി അങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്കാരിനോട് നമ്മൾ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാക്കിയും കൂടി വാങ്ങാനുള്ളത് നിഷാൻ അവിടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോയിട്ട് വെറും ചായയിൽ മാത്രമാണ് പിടിച്ച് വെക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം, കഴിക്കണ്ട, നമുക്ക് വിശക്കുന്നു. സമയം വന്നിട്ട് 4 മണി കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. നല്ല രീതിയിൽ വെതറൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. സൂര്യൻ പതുക്കെ അസ്തമിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഇതാ റെഡിയാക്കുന്നു. രാത്രി ആകുമ്പോഴത്തേക്ക് ആവുക. ഇവിടെ കുറച്ച് പിള്ളേരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇയാൾ വന്നിട്ട് ഈ വീട്ടിലുള്ളതാണ്, ഈ വീട്ടിലേറ്റ് ഇളയ ആള്. ഇത് വന്നിട്ട് അവരുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സെറ്റ് ബൈ. ഫുഡൊക്കെ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് കഴിച്ച് അവിടെയുള്ള ആളുകളുമായിട്ട് കുറച്ചധികം നേരം സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ നമ്മൾ കിടന്നുറങ്ങി. ഫൈനലി നമുക്ക് നമ്മളുടെ ഈ ഒരു ലോങ്വാ വില്ലേജിനോടും ഇവിടുത്തെ ആളുകളോടൊക്കെ ബൈ പറയാൻ സമയമായി. നമ്മളിതാ മുഴുവൻ ലോഡ് ചെയ്ത് സെറ്റാക്കി. മ്യാൻമാറിൻ്റെ കാറ്റടിച്ചിട്ടാന്ന് തോന്നുന്നു, അക്ഷരങ്ങളൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മളുടെ കൂടെ വരാറുള്ള മഴ കോപ്പ് കൂട്ടി നമ്മുടെ പുറകെ വരാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ മഴയ്ക്ക് എന്താ പറയുക, നമ്മളുടെ വഴി തടയാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വായോ എല്ലാവരും കയറി പോവാലോ. ഫ്രണ്ട്സ്, തിരിച്ചുള്ള ഓടുന്ന ഓട്ടത്തിലുണ്ടല്ലോ നമ്മൾ അന്വേഷിച്ച് വന്ന ആളെ നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അപ്പൂപ്പൻ. ഹായ്. ഇത് കണ്ട മുഖത്ത് പച്ച ഇങ്ങനെ കൊത്തിയിട്ടുണ്ടായി ഇവരുടെ. അതുകൂടാതെ ഇവരാണ് ഈ തലയെടുക്കുന്ന ആളുകൾ. ഇത് കണ്ടോ 1 2 3 4 ഈ ഒരു 4 തല കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ അപ്പൂപ്പൻ 4 മനുഷ്യരുടെ തലയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും സംതിങ് ഡിഫറെൻ്റ് അല്ലേ.
പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു നമ്മളുടെ ആഗ്രഹം കൂടി സാധിച്ചു. ബാ ഇനിയിപ്പോൾ പോകാൻ നമുക്കുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് മോണിലേക്ക് അറൗണ്ട് ഒരു 41 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ ഇനിയിപ്പോൾ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ ഹെഡ് ഹണ്ടേഴ്സ് ആയിട്ടുള്ളവർ ഈ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്നവരുള്ളൂ. കൂടാതെ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ആയുർദൈർഘ്യം കുറവാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചോദിച്ചിട്ടില്ലായിരുന്നോ ഇവിടെ ഒരു പ്രത്യേകതരം കൃഷിയുണ്ട്, അതെന്താണെന്നുള്ളത്. ആ ഒരു കൃഷി എന്തായിരുന്നു? കറുപ്പ്. അപ്പം അത് യൂസ് ചെയ്യുന്ന ആളുകളായിരുന്നു പണ്ടുള്ള തലമുറയിൽ ഇവിടെയുള്ളവർ. അതുകൊണ്ട് ആയുർദൈർഘ്യം ഇവരുടെ കുറവായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളുണ്ടല്ലോ ഈ മോണ് ടൗൺ നമ്മളുണ്ടല്ലോ, അതുപോലെ തന്നെ മോണിലൊരു ഗ്രാമമുണ്ട്, മോൺ ഗ്രാമം. അപ്പോൾ ആ ഒരു മോൺ ഗ്രാമത്തിലുള്ള ഒരു അപ്പൂപ്പനാണ് കേട്ടോ. പിന്നെ കൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഈ ആയുധം നിർമ്മിക്കുന്ന, പ്രധാനമായിട്ട് ഈ തോക്ക് നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമുക്കത് പോയി കാണാനൊക്കെ പറ്റും. പക്ഷേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അവരെല്ലാത്തിനും ഇവിടെ പൈസ വയ്ക്കും. ഇപ്പോൾ ആ ഒരു അപ്പൂപ്പൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ അതല്ല എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവർ പൈസ വയ്ക്കും. അതുകൂടാതെ ഈ പിള്ളേരും അതുപോലെ നമ്മളോട് എടുത്ത് വന്നിട്ട് ഇങ്ങനെ ക്യാഷ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന് മുമ്പ് വന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്ത, പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴേ പിള്ളേർക്ക് ഒരിക്കലും പൈസ കൊടുത്ത് ശീലിപ്പിക്കരുത്. എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സോ ബിസ്ക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്നല്ലാതെ പൈസ കൊടുത്തിട്ട് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വീണ്ടും വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോഴും അങ്ങനെ ബാക്കിയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് ഇവർ കൈനീട്ടാൻ തുടങ്ങും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു നാണക്കേടല്ലേ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ പിച്ച തണ്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗുഡ് മോർണിംഗ്. നമ്മളുണ്ടല്ലോ അതിരാവിലെ തന്നെ ഇതാ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കാസിരംഗയിൽ നമ്മളൊരു ഹാൾട്ട് എടുത്തു. ഇതാ കാസിരംഗ നാഷണൽ പാർക്കിൻ്റെ അവിടെയാണ്. മൃഗങ്ങളൊക്കെ തൊട്ടത് അപ്പുറയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ആന സഫാരി ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആന സഫാരി ഈ ഒരു സീസൺ ആയതുകൊണ്ട് ആന സഫാരി നിർത്തി. അല്ലാതെ പിന്നെ ജീപ്പിലുള്ള സഫാരിയാണുള്ളത്. വലിയൊരു രസം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആന കാട്ടിനുള്ളിൽ കൂടെ പോയിട്ട് ഇതുങ്ങളുടെ അടുത്ത് പോയി നിൽക്കുന്നതാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഇതിനു മുമ്പ് നമ്മൾ ആന സഫാരി ചെയ്തുകൊണ്ട് നമ്മളെന്തായാലും സഫാരിക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് മൃഗങ്ങളെ ഈ ഒരു പുഴയുടെ കരയുടെ ഇപ്പുറം നിന്നൊന്ന് കാണാൻ വേണ്ടിയായിട്ട് വന്നതാണ്. പിന്നെ ഇതാ ഇവിടെ റെയിന അപ്പിയിട്ട് ഉണ്ടായ ചെടികൾ മാത്രമുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ അത് അപ്പുറം അങ്ങ് കാണുന്നത് കാട്ടുപോത്താണ്. അതുകൂടാതെ അവിടെ ഒരു വെള്ള കളറിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം. അത് റൈനോടെ പുറത്ത് കൊക്കിരിക്കുന്നതാണ് കേട്ടോ. അതാ പറന്നാണ്ട റൈനോ. നമുക്കിനിയിപ്പോൾ ഉണ്ടല്ലോ കാസിരംഗ നാഷണൽ പാർക്കിനോട് ബൈ പറയാം. ബൈ പറയുന്നതിന് മുമ്പായിട്ടേ ഇതാ നല്ല വെള്ളക്കൊമ്പന്മാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഇന്നാ ഇവിടെ കണ്ടു വെള്ളക്കൊമ്പന്മാർ. ഈ വെള്ളാന എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഇവിടുത്തെ ആനകൾക്ക് ഒരു വെള്ള കളറുണ്ട് ഇല്ലേ? ഈ വെള്ള കളറുണ്ട്, ചെളിയാണ് കേട്ടോ. പക്ഷേ വീണ്ടും ഓൺ ദ വേയിലുണ്ടല്ലോ. ഇത് നോക്കി നിങ്ങളെ, ഇവിടെ നിറച്ച് ലിച്ചി തോട്ടമാണ്. അതിൻ്റെ അകത്ത് ലിച്ചി ഇതുണ്ട്. ഞങ്ങൾ ഫുള്ള് ലിച്ചി ഓൾമോസ്റ്റ് പഴുത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവരോട് വന്ന് ചോദിച്ചു കുറച്ച് ഞങ്ങൾക്ക് തരുമെന്നുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞത് ഓൾറെഡി മൊത്തത്തിൽ ഇവർ പാട്ടത്തിന് കൊടുത്തിട്ടാണുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ ഒരു ആക്രാന്തം കണ്ടപ്പോൾ, ആർത്തി കണ്ടപ്പോൾ കുറച്ച് പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പറിച്ച് തരുന്നുണ്ട്. പൈസ കൊടുത്തിട്ടാണ് കേട്ടോ, വെറുതെയൊന്നും പറിച്ച് തരത്തില്ല. ഇതുണ്ട് ഈ ഒരു മരമൊക്കെ ഉണ്ട് നിങ്ങൾ, ഇതൊക്കെ ഫുള്ള് ലിച്ചിയാണ്. ലിച്ചിയുടെ വെയിറ്റ് കാരണം ആ മരത്തിൻ്റെ ചില്ലയൊക്കെ താഴേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ മാങ്ങയൊക്കെ പാട്ടത്തിന് എടുക്കൂലേ, അതുപോലെ ഇവർ ഇതാകുന്ന പൂക്കുന്ന സമയത്ത് തന്നെ മരം പാട്ടത്തിന് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നത്. ഗംഭീരമായ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓടിപ്പിടച്ച് ഇപ്പം എത്തിയേക്കുന്നുണ്ടല്ലോ ഗുവാഹട്ടിയിലാണ് കേട്ടോ. ഗുവാഹട്ടിയിൽ നമ്മൾ ഫ്രീക്ക് ഒരുമിച്ചുള്ള യാത്ര എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്നെത്തിയിരിക്കുന്നു, നമ്മളുടെ സെമിനാരിയിലേക്ക്. എന്തിനാണ് നമ്മൾ ഓടിപ്പിടച്ച് ഇങ്ങോട്ട് വന്നതെന്നറിയാമോ? നമ്മുടെ ഫ്രീക്ക് എന്താ പറയുക, തിരിച്ചു പോവുകയാണ്. അതിൽ വലിയൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സുധിയും കൂടെ പോരുന്നുണ്ട്, ഇത് ഞാനും പോവുകയാണ്. അത് രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അതെന്താന്ന് അടുത്ത വീഡിയോയിൽ പറയും. എന്തായാലും വായോ, ഇനിയിപ്പം എന്താ പറയുക, കുറച്ചധികം നാളായല്ലോ നമ്മൾ നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ചെന്ന് ഒന്ന് കറങ്ങുന്നു. ജസ്റ്റ് കുറച്ചൊരു ദിവസത്തെ ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തിരിച്ചു വരും. കാരണം ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ മീനുക്കുട്ടീനെ ഇവിടെ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. മീനുക്കുട്ടീനെ കാണാൻ ഇനിയും വരില്ല ഫ്രീക്ക്. അപ്പോൾ നമ്മളെന്തായാലും വരും. ഒരു 20 ദിവസത്തിന് ശേഷം വീണ്ടും റിട്ടേൺ വരുന്നതാണ്. ആ ഒരു 20 ദിവസം നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാവും. വെറുതെ നമ്മുടെ പ്രഭാരം നാട്ടിലിരിക്കുക, പ്രഭാരണം കൊണ്ടൊന്ന് പുറത്തിറങ്ങണ്ടേ. പിന്നെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇത്ര പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്നുള്ളതുണ്ടല്ലോ, സസ്പെൻസ്. നിങ്ങൾ ഗസ് ചെയ്യും എന്താണെന്നുള്ളത്. ഗസ് ഞാൻ കാണട്ടെ, അത് പാക്ക് ചെയ്യട്ടെ, നമ്മൾ ലേറ്റ് ആയിപ്പോയി കുറച്ച്. നമ്മുടെ സെമിനാരിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. അന്നേരം ഇപ്പോൾ ഇവിടെ തന്നെ ഇവർ വണ്ടിയൊക്കെ ഇടുന്ന ഇവിടെ തന്നെ കൊണ്ടുപോയി നമ്മളുടെ മീനുക്കുട്ടിക്ക് ഇതാ കുറച്ച് നാളത്തേക്ക് വിശ്രമമാണ്. പ്രഭാകരൻ കുറച്ചധികം നാളായില്ലേ ഇവിടെ
വീട്ടിൽ വിശ്രമിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം മീനുകുട്ടി ഇവിടെ വിശ്രമിക്കുക, ഞാൻ പോയി പ്രഭാകരനെ കണ്ടിട്ട് ഓടി തിരിച്ചു വരും. പ്രശ്നമൊന്നും ആക്കരുത് കേട്ടോ. നമുക്ക് ഇനി വന്നതിന് ശേഷം നമുക്ക് കളർഫുൾ കാഴ്ചകൾ ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. അപ്പം വെയിറ്റ്. യെസ്, അങ്ങനെ എടി അവസാനം എയർപോർട്ട് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ബാക്ക് ടു നമ്മുടെ ഗുവാഹത്തി കുട്ടി എയർപോർട്ട്. ഇവിടെ ചെല്ലുന്നു. ഫ്രീക്ക് ഉണ്ടല്ലോ വളരെ വലിയൊരു എന്താ പറയുക മറ്റേ സാധനം, എന്താ പറയുക, അത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം വെച്ചിട്ട് വലിയ ആ പണ്ടാടത്തിന് അങ്ങനെയല്ല, പക്ഷേ വേറൊരു സാധനം പറയില്ല അതിന്, റിസ്ക്. ഒരു റിസ്ക്കാണ് ഫ്രീക്ക് എടുത്തേക്കുന്നത്. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. അതല്ല, എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ്. ഈ മറ്റേ ഇതിലുള്ള തൊഴിലാളികളുടെ പ്രശ്നം കാരണം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് ഇതാവുന്നുണ്ടല്ലോ. അങ്ങനെ നിൻ്റെ എത്ര ഫ്ലൈറ്റ് ഇതായിട്ട് കട്ടായത്? 3 ഫ്ലൈറ്റ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബുദ്ധിപരമായിട്ട് ഇന്ത്യയിലാണ് ബുക്ക് ചെയ്തത്. ഞാൻ കോഴിക്കോട് പിടിക്കണോ പിടിക്കണോ? പുതിയ ആളെവിടെ? പറഞ്ഞാലെന്താ ഉള്ളത്? ഞാൻ എന്തിനാണ് ഓടി പഠിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, പുതിയ ഒരാൾ വന്നിട്ടുണ്ട്. അയ്യോ കണ്ണോർക്ക് തൂട്ടാ. അയ്യോ പ്രതീക്ഷയായിരുന്നോ? എന്താ ആളിനോട് ഞാൻ പറഞ്ഞതാ, ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഓടി വന്നത്. ഞാൻ വന്ന പ്രമാണിച്ചിട്ടുണ്ടല്ലോ, ഇതാ ബാവ വന്നിട്ടുണ്ട്. എടാ എങ്ങനെയുണ്ട് ഹൈദരാബാദ്? കുഴപ്പമില്ല, അടിപൊളിയാണോ? അടിപൊളിയാണ്. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ നിന്നൊരു മാറ്റമുണ്ട്. നമ്മുടെ ധ്രുവനുണ്ടല്ലോ ഇപ്പം അങ്കമ്പാടി ഉണ്ട്, അങ്കമ്പാടി പോക്ക് തുടങ്ങിയേ. ദുവാ എങ്ങടാ പോന്നേ? അമ്പാടിയിലാണോ പോന്നേ? എന്തിനാ പോന്നേ? അങ്കമ്പാടി ഇവൻ പോയി ഇരിക്കുവേ? കൂട്ടത്തിലെ ഏറ്റവും ചെറുത് ഇവനാണ് കേട്ടോ. എടാ ഞാൻ രാവിലെ തന്നെ ഉണ്ടല്ലോ ബാവേനെ ഇവിടെ അവൻ തിരിച്ചു പോവാണ്. അപ്പം കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ നേരെ നമ്മളുടെ കോഴിക്കോട് KSRTC സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഞങ്ങൾ ആധുനിക സ്റ്റാൻഡ്, അപ്പം ഇവിടെ കൊണ്ടുവിടാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. ഞാൻ ഹൈദരാബാദിന് വരാം. ആയിക്കോട്ടെ, വന്നോ. നേരെ ഞാനുണ്ടല്ലോ നമ്മളുടെ കോഴിക്കോട് ബീച്ചിലേക്കാണ് വന്നത്. സമയം ഇപ്പോൾ ഒരു 6:45 ആവുന്നേ ഉള്ളൂ. എന്തായാലും ഉണ്ടല്ലോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. നമ്മുടെ പ്രഭാകരനം കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണ്ടേ. അപ്പം ചെറിയ യാത്രകളൊക്കെ ആയിട്ട് കുറച്ച് വളരെ ചുരുക്കം ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം വീണ്ടും നമ്മളുടെ മീനുകുട്ടിയെ തേടി ഞാൻ നേരെ നോർത്ത് ഈസ്റ്റിലോട്ട് പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. സ്നേഹം മാത്രം. ബൈ ബൈ.